നമസ്കാരം. മൊയ്തുവഞ്ചലാണ്. കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടെ കിണറ്റിൽ വീണ് ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ന്യൂസ് കേരളം ഇപ്പോൾ പ്രേക്ഷകരിലെത്തിക്കുന്നത്. കൊല്ലം അഞ്ചലിൽ അരിപ്ലാച്ച് എന്ന സ്ഥലത്താണ് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയത്. പുനലൂർ സ്വദേശിയായ പ്രിൻസ് 45 വയസ്സുള്ള പ്രിൻസാണ് അരിപ്ലാച്ചിൽ താമസിക്കുന്ന സ്വന്തം സഹോദരിയുടെ വീട്ടിലെ കിണർ വൃത്തിയാക്കാനും മോട്ടറിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനായി രാവിലെ എത്തിയത്. ഇതിനിടെയാണ് കാൽ വഴുതി കിണറ്റിലേക്ക് വീണത്. വീണ ഉടൻ തന്നെ നാട്ടുകാരൊക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടിയിൽ താഴ്ച ഉണ്ടായിരുന്നില്ലേ? വെള്ളം ശരിക്കും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സംഭവം നടന്നത്? അത് ഇവിടുന്ന് കാല് തെറ്റിപ്പോയതാ. മോട്ടോർ വലിച്ച് കയറ്റാനൊന്നും മോട്ടോർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അന്നേരം അത് മോട്ടോർ വലിച്ച് കയറ്റി കരയ്ക്ക് നിന്ന് അത് റിപ്പയർ ചെയ്ത് ഇറക്കാനെ കൊണ്ട് നോക്കിയതായിരുന്നു, കിണർ വൃത്തിയാക്കാൻ ഇറക്കാനെ കൊണ്ട്. അപ്പം അങ്ങ് താഴെ പോയി, തെറ്റിപ്പോയി, കാല് വഴുതി പോയി. സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന ജോയി മുടത്തുണ്ട്. ചോദിച്ചാൽ എങ്ങനെയാ സംഭവം? സ്ഥലത്തല്ല, ഞാൻ അങ്ങേ അരിപ്ലാച്ച് ജംഗ്ഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ് വന്ന് പറഞ്ഞതുപോലെ പ്രിൻസ് കണക്റ്റീവ് വീട് ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ അപ്പോഴത്തേനും സ്കൂട്ടിക്കകത്തോടെ വന്നപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കൂടി നിൽക്കൊണ്ട് ആരും ഇറക്കുന്നില്ല. അങ്ങനെ നമ്മളെ കയറ് കെട്ടി, ഞാൻ പണ്ട് കിണറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ കിണറ്റിൽ ഇറങ്ങി അടിയിൽ ചെന്ന് 2 കിണറായിട്ടാണ്, ഒരു കിണർ കഴിഞ്ഞിട്ട് അടിച്ച് ചെറിയ റിങ്ങായിട്ടാണ് കൊടുത്തേക്കുന്നത്. അവിടെ ചെന്ന് നിന്നുകൊണ്ട് നോക്കിയപ്പം ഒരനക്കവുമില്ല. അപ്പോൾ നമ്മൾ തൊട്ടിയിട്ട് കയറിട്ട് നോക്കിയപ്പോൾ ഒരു 3 ആൾ വെള്ളത്തോളം ഉണ്ട്. നമുക്ക് അതിന് അത്രയും വെള്ളത്തിൽ ഇറങ്ങാൻ നമുക്ക് പരിചയമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ആൾക്കാരോട് കയറി വരാൻ പറഞ്ഞ് നമ്മൾ തിരിച്ച് കയറി. ഞാൻ ഒരു 5-6 വർഷത്തിന് മുന്നിട്ട് കിണറ്റി ഇറങ്ങിയിട്ടുള്ളൂ. അതിന് പുറമേറ്റ് കിണറ്റി ഇറങ്ങി. പിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് വന്ന് ഒരു കയ്യോ കാലോ അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിയിരിക്കുക, ഉടുപ്പങ്ങനെ പൊങ്ങിയേറി പിടിച്ച് പൊക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വക വരുത്തിയില്ല. പിന്നീട് ഫയർഫോഴ്സും അഞ്ചൽ പോലീസും സ്ഥലത്തെത്തിയാണ് കിണറ്റിൽ വീണ പ്രിൻസിനെ പുറത്തെടുക്കുകയും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് അല്ലേ? ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. ഇവിടുന്ന് ഫയർഫോഴ്സ് പറഞ്ഞു മരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ 2 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിൽ ഒരാൾ വീണാൽ കിടക്കത്തില്ല. 1 മണിക്കൂറോളായി ആൾ മരണപ്പെട്ടു. അത് മൃതദേഹം ഫയർഫോഴ്സും അഞ്ചൽ പോലീസും സ്ഥലത്തെത്തിയാണ് എടുത്തിട്ട് പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൊല്ലം അഞ്ചൽ അരിപ്ലാച്ചിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. പുനലൂർ സ്വദേശി പ്രിൻസ് ആണ് കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറ്റിൽ വീണു. ചെമ്മന്തൂർ സ്വദേശിയാണ് പ്രിൻസ് രാവിലെ അഞ്ചൽ അരിപ്ലാച്ചിൽ താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിലെത്തിയാണ് മോട്ടോർ നന്നാക്കാനും കിണർ ഇറക്കാനും തയ്യാറായി വന്നത്. ഇതിനിടയ്ക്ക് കാല് വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. നല്ല താഴ്ചയുള്ള ഒരു കിണറാണ്. ഏകദേശം എത്ര തൊടി വരും? ഞാൻ പോയി നിന്നിടം വരെ 20 തൊടിയോളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കൂടുതലുണ്ട്. അതിൽ 10-25 അടി തൊടി ഉള്ള ഒരു കിണറാണ്. നല്ല താഴ്ചയും വെള്ളവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്സിജന്റെ പ്രശ്നമുണ്ട്. അയാള് പുള്ളിക്കാരൻ പറഞ്ഞ ഞാൻ 2-5 മിനിറ്റ് കൂടെ നിന്നെങ്കിൽ ഞാൻ ചത്തുപോയായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു, എന്നെ വഴക്കും പറഞ്ഞു. ഇറങ്ങിയത് തീ എത്തിച്ചിട്ടാ ഇറങ്ങിയല്ലേ? അല്ല, ഇറങ്ങി താഴെ ചെന്നിട്ടാ തീ എത്തിക്കുന്നത്. നമ്മൾ അന്നേരം അത് ഓർക്കത്തില്ല. അപ്പോഴേ ഒരാളെ ജീവൻ രക്ഷിക്കാനല്ലേ നമ്മൾ നോക്കൂ. പുള്ളി വഴക്ക് പറഞ്ഞായിരുന്നു. അഞ്ചൽ പോലീസ് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ലണ്ടനിലല്ലേ? ഇവിടെ സഹോദരി ഇപ്പൊ നിലവിൽ താമസമുണ്ടോ? ഇല്ല. ഫാമിലിയായിട്ട് ലണ്ടനിലാണ് സഹോദരിയും കുടുംബവും. വീട് നോക്കിയൊക്കെ സഹോദരിയുടെ വീട് നോക്കുന്ന പുള്ളിയാണ്. വണ്ടിയുണ്ട്. ചെമ്മന്തൂര് പിന്നെ കടിവിലിന്റെ പുറയില പുള്ളിയുടെ വീട്. ടൗണിൽ തന്നെ, അവിടുത്തെ യാക്കോപ്പള്ളിയില അംഗമാണ്. യാക്കോപ്പള്ളിയിൽ അംഗപ്പള്ളി, യാക്കോപ്പള്ളിയില. ചെമ്മന്തൂർ സ്വദേശി പ്രിൻസ് ആണ് മരണപ്പെട്ടത്. കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് കാല് വഴുതി വീണത്.
അഞ്ചൽ പഞ്ചായത്തിലെ 3-ാം വാർഡ് അരിപ്ലാച്ചിലാണ് ഇത്തരത്തിലൊരു മരണം രാവിലെ നടന്നിട്ടുള്ളത്. സഹോദരിയുടെ വീട്ടുമുറ്റത്തെ കിണർ വൃത്തിയാക്കാനായി വന്ന പുനലൂർ സ്വദേശി പ്രിൻസാണ് കിണറ്റിൽ വീണ് മരിച്ചത്. ഇവിടെ ഉണ്ടായിരുന്നോ നേരം? ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ അറിഞ്ഞു വന്നതാണ്. കിണർ വൃത്തിയാക്കാനും മോട്ടറിന്റെ തകരാറ് പരിഹരിക്കാനുമാണ് പ്രിൻസ് പുനലൂരിൽ നിന്നും രാവിലെ എത്തി സഹോദരിയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ ഇറങ്ങാൻ ശ്രമിച്ചത്. ഇതിനിടെ കാല് വഴുതിയാണ് കിണറ്റിൽ വീണ് മരണപ്പെട്ടത്. നാട്ടുകാരൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിനെ വരുത്തിയാണ് പുറത്തെടുത്തത്. അഞ്ചൽ പോലീസും സ്ഥലത്തെത്തി ആണ് മൃതദേഹം പുറത്തെടുത്തത്. 1 മണിക്കൂറോളം കിണറ്റിൽ അകപ്പെട്ട് വെള്ളത്തിൽ താഴ്ന്നു കിടക്കുകയായിരുന്നു. പിന്നീടാണ് ഫയർഫോഴ്സൊക്കെ സ്ഥലത്തെത്തിയത്. മൃതദേഹം ഇപ്പം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അഞ്ചൽ പോലീസ് നിയമ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി വേനൽക്കാലമാണ്. കിണറ്റിൽ ഇറങ്ങുന്നവർക്ക് വളരെ ശ്രദ്ധിക്കുക, ജാഗ്രതയോടെ വേണം കിണർ വൃത്തിയാക്കാനും ഒക്കെ ഇറങ്ങാൻ. ഇത്തരത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കിണറുകൾ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ഫോട്ടോ കിട്ടി എനിക്ക്. കിട്ടി. മോട്ടർ തകരാറ് പരിഹരിക്കാനും കിണർ വൃത്തിയാക്കാനുമാണ് പ്രിൻസ് രാവിലെ അരിപ്പിലാച്ചിലെത്തിയത്. മോട്ടർ ഫിറ്റ് ചെയ്യുന്നതിനിടെ കാല് വഴുതി 25 തൊടിയോളം വരുന്ന കിണറ്റിൽ വീഴുകയായിരുന്നു. കിണറ്റിൽ വീണ പ്രിൻസിനെ നാട്ടുകാരൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെടുകയും പിന്നീട് പുനലൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സാണ് പ്രിൻസിനെ പുറത്തെടുത്തത്.